എല്ലാവർക്കും ദേവത അറിവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും തന്നെ രാവിലെയും വൈകിട്ടും വീട്ടിലെ വിളക്ക് തെളിയിക്കാറുണ്ട്. ചിലർ വൈകിട്ട് മാത്രമായിരിക്കും, എന്നാൽ ചുരുക്കം ചിലർ രാവിലെയും വൈകിട്ടുമൊക്കെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വിളക്ക് തെളിയിക്കാറുണ്ട്. അപ്പോൾ വിളക്ക് തെളിയിക്കുന്ന പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന സ്ഥലം നമ്മൾ ചിലർ എല്ലാ ദിവസവും വൃത്തിയാക്കും, ചിലർ 2-3 ദിവസം കൂടിയൊക്കെ ആയിരിക്കും വൃത്തിയാക്കുന്നത്. അത് നമുക്ക് പൂജാമുറിയൊക്കെ വൃത്തിയാക്കാനായിട്ട് അല്ലെങ്കിൽ വൃത്തിയാക്കുന്നതിന് എന്തെങ്കിലും ദിവസം, അപ്പം തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ പൂജാമുറി വൃത്തിയാക്കരുത് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണവും എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ അതാണ് നിങ്ങളുമായിട്ട് പ്രധാനമായിട്ടും പങ്കുവയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്താ പറയാൻ പോകുന്ന വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഈ പറയുന്ന സമയങ്ങളിലൊന്നും തന്നെ പൂജാമുറി വൃത്തിയാക്കല്ലേ, ദാരിദ്ര്യത്തിൽ മുങ്ങിത്താഴുമെന്നാണ് പറയുന്നത്. എല്ലാ വീടുകളിലും ഒരു പൂജാമുറി ഉണ്ടാവും. വീട്ടിൽ പൂജാമുറിയുള്ള സാഹചര്യത്തിൽ രാവിലെയും വൈകിട്ടും ഭഗവാന്റെ ദർശനം നമുക്ക് എളുപ്പമാക്കാം. വീട്ടിലെ പൂജാമുറി വൃത്തിയാക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നിയമങ്ങൾ അവഗണിച്ചാൽ ലക്ഷ്മി ദേവി കോപിക്കുമെന്നാണ് പറയുന്നത്. ശനിയാഴ്ച പൂജാമുറി വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ദിവസം വൃത്തിയാക്കുന്നത് വീട്ടിൽ നിന്ന് ദാരിദ്ര്യം അകറ്റുകയും ചെയ്യും. വ്യാഴാഴ്ചയും ഏകാദശി ദിവസങ്ങളിലും പൂജാമുറി വൃത്തിയാക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. പൂജാമുറി വൃത്തിയാക്കുന്ന അവസരത്തിൽ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒരിക്കലും താഴെ വയ്ക്കരുത്. അത് ഭൈരവൻ, ശനിദേവൻ, കാളി എന്നിവരുടെ വിഗ്രഹങ്ങളാണ് പ്രധാനമായിട്ടും. അങ്ങനെ നമ്മൾ വീട്ടിൽ പൂജിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടില്ല എന്ന് പറയുന്നു. ഇത് എല്ലായ്പ്പോഴും വൃത്തിയുള്ള ഉയർന്ന സ്ഥലത്ത് നമ്മൾ വിഗ്രഹങ്ങൾ സൂക്ഷിക്കണം. ഇത് ജ്യോതിഷപ്രകാരം ദിവസവും വിളക്ക് കൊളുത്തുന്നതിനൊപ്പം ക്ഷേത്രം വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ പൂജാമുറി വൃത്തിയാക്കുന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പൂജാ സമയത്ത് കർപ്പൂരം തെളിയിക്കണമെന്നാണ് പറയുന്നത്. കർപ്പൂരം കത്തിക്കണമെന്ന്. വീട്ടിൽ കർപ്പൂരം കത്തിക്കുന്നത് വാസ്തുദോഷങ്ങൾ അകറ്റുമെന്നാണ് ജ്യോതിഷ ശാസ്ത്രപ്രകാരം പറയുന്നത്. ഇതോടൊപ്പം പിതൃദോഷത്തിൽ നിന്നും മോചനവും ലഭിക്കും. രാത്രിയിൽ ഒരിക്കലും പൂജാമുറി വൃത്തിയാക്കുകയേ ചെയ്യരുത്. അത് അശുഭകരമായിട്ടാണ് കാണുന്നത്. ഇത് ലക്ഷ്മി ദേവിയെ കോപിപ്പിക്കും എന്നാണ് വിശ്വാസം. ദേവീദേവന്മാർ രാത്രി ഉറങ്ങുന്നതിനാൽ പൂജാമുറി രാത്രി വൃത്തിയാക്കുമ്പോൾ അവർ കോപിക്കുന്നു. ഇത് വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഇടയാക്കും. ജ്യോതിഷപ്രകാരം വിളക്ക് കൊളുത്തിയതിന് ശേഷവും വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞും പൂജാമുറി വൃത്തിയാക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. വിളക്ക് കത്തിച്ചതിന് ശേഷം പൂജാമുറി വൃത്തിയാക്കരുത്. കൂടാതെ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച ശേഷം മാത്രമേ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള നേട്ടവും മനസ്സമാധാനവും മനഃശാന്തിയും ഒക്കെ നമുക്ക് അതുകൂടി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.